അറിയാത്ത ഒരു പ്രാളല്ലേ. എന്നിട്ട് പിന്നെ ആൾ എന്തുകൊണ്ട് ചെയ്തു? 20 വയസ്സിൽ സഹപാഠിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ആൺകുട്ടികളോട് താമസിക്കുകയും ചെയ്തതിന് ചൈനയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. നുണയാണ് പറയണത്. എന്തിനാണ്? രാഹുലിന് എത്ര അച്ഛനുണ്ട്? അല്ല, ദിലീപ് അച്ഛൻ, സിദ്ദിഖ് അച്ഛൻ, മുകേഷ് അച്ഛൻ. എടോ, ഈ മെയിൽ ഷോവനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റയെടുത്ത് സംസാരിക്കുന്നത്. രാഹുലിന് എത്ര അച്ഛനുണ്ട്? രാഹുലെ, ഞാനല്ല, ഒരു അഡ്വക്കേറ്റ് ആണോ ചോദിച്ചത് അല്ലേ? സിദ്ദിഖിനെതിരെ പരാതി നൽകിയ ഒരു സ്ത്രീയുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആണ് രാഹുൽ ഇവിടെ പറഞ്ഞത്. അതായത് ആ ലേഡി നമ്മുടെ ചൈനയിൽ തൻ്റെ സഹപാഠിയുടെ നഗ്നചിത്രം പകർത്തുകയും ആൺ സുഹൃത്തുക്കളുമായി താമസിച്ചു എന്നുള്ള പേരിൽ അയാളെ പുറത്താക്കിയ ആളാണ് എന്നാണ് നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ വാദം. ശരിയായിരിക്കാം, പക്ഷെ അത് കോടതി തള്ളി എന്നുള്ളതാണ്. ഇവിടെ സിദ്ദിഖ് എന്ന് പറയുന്ന നടന് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളി, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ളതാണ് വാർത്ത. സോ ഉറപ്പായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ അറസ്റ്റ് വരിക്കാനുള്ള അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും സിദ്ദിഖിന് അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യണമെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ അദ്ദേഹം പോയി അത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അദ്ദേഹം സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി ജാമ്യം കൊടുക്കണം, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിക്കണം, ഇല്ലെങ്കിൽ അറസ്റ്റ് കിട്ടും എന്നുള്ളത് സംശയമില്ല. ഇവിടെ സിദ്ദിഖ് ഇക്ക എന്ന് പറയുന്ന ഒരു നടൻ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാരിൽ ഒരാളാണ്. കാരണം ഇമോഷണൽ രംഗങ്ങളും നെഗറ്റീവ് റോൾസും ഒരു ഹീറോ റോളും ഹീറോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറൊക്കെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തോളം പ്രാവീണ്യമുള്ള ഒരു നടനില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ 6 പേരെടുത്താൽ പോലും അദ്ദേഹം ഒരു പടി മുന്നിലാണ്. കാരണം ഒരു കാലം നോക്കുവാണെങ്കിൽ സിദ്ദിഖിക്ക് ഇല്ലാത്ത സിനിമയില്ല, അദ്ദേഹം ഇല്ലാത്ത സിനിമകളില്ല. ഒട്ടുമിക്ക സിനിമയിലും ഇദ്ദേഹം തന്നെ ആയിരുന്നു ഒരു കാലയളവ് വരെ. അത് കഴിഞ്ഞ് വളരെ സെലക്റ്റീവായി വളരെ ആ രീതിയിലുള്ള റോൾസുകൾ എടുത്തൊരാളാണ്. ഇവിടെ അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ തള്ളാനുള്ള റീസൺ, ഇപ്പോൾ ഒരു സ്ത്രീയെ, ഇപ്പം ഇതിനകത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞ കേസ് എടുക്കുവാണെങ്കിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ വാദത്തിൽ നമുക്ക് തുടങ്ങാം. രാഹുൽ ഈശ്വർ പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ ഒരു സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും അത് കുറ്റകരമാണ്. കാരണം ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടുകയോ സ്ത്രീയെ അപമാനിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. സോ ഈ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു സ്ത്രീ തന്നെ മുന്നോട്ട് വരികയാണ്, എന്നെ ഇങ്ങനെ ഒരു മസ്കറ്റ് ഹോട്ടലിൽ 101ാമത്തെ റൂമിൽ ഇന്ന ദിവസം 3 ദിവസം അവിടെ താമസിക്കും, 1 ദിവസം എന്നെ പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ ഒരു സാഹചര്യ തെളിവ് ശരിയാണോ ഇല്ലയോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു, അത് കണ്ടെത്തുന്നുമുണ്ട്. ശരിയാണ്, 101ാമത്തെ റൂമിൽ മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി 3 ദിവസം താമസിച്ചിരുന്നു. ആ കുട്ടി മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ആ റൂമിൻ്റെ ജനാല തുറക്കുമ്പോഴത്തേക്ക് ഒരു സ്വിമ്മിംഗ് പൂള് കാണാം, അതും ശരിയാണ്. സിദ്ദിഖ് അന്ന് കഴിച്ച ആഹാരം തൈരും ചോറും മീനുമാണ്, അതും ശരിയാണ്. കാരണം അന്നത്തെ ബില്ലെടുത്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഡിഷും അദ്ദേഹം ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ സിദ്ദിഖിനെതിരാണ്. അതുകൊണ്ടാണ് മുകേഷിന് ജാമ്യം ലഭിച്ചു, നമ്മുടെ രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചു, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജയസൂര്യ ഉൾപ്പെടെയുള്ള ആൾക്ക് ജാമ്യം ലഭിച്ചിട്ടും നമ്മുടെ സിദ്ദിഖിക്ക് ജാമ്യം ലഭിക്കാത്തതിൻ്റെ റീസൺ അദ്ദേഹത്തിൻ്റെ സാഹചര്യ തെളിവുകൾ അദ്ദേഹത്തിന് കൂടെ ഇല്ല എന്നുള്ളതാണ് സത്യം. സോ ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയാൽ പോലും എത്ര ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കണം, അല്ലെങ്കിൽ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യുമോ കേരള സർക്കാർ അല്ലെങ്കിൽ കേരള പോലീസ് എന്നുള്ള ആരും സംശയം. കാരണം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ടും ദിലീപ് കഴിഞ്ഞിട്ട് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമാ നടന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഒരു പക്ഷേ റിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എത്ര ദിവസങ്ങളോ ജയിലിലടയ്ക്കുകയോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലാവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് രാമൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ആ ഒരു തക്കതായിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. രാമൻ പിള്ളയുടെ അദ്ദേഹത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ദിലീപിൻ്റെ കേസ് വാദിച്ച അദ്ദേഹമാണ്. അത് മാത്രമല്ല നമ്മുടെ പഴയ ഫ്രാങ്കോ അച്ഛനെ കുറ്റവിമുക്തനാക്കാനായിട്ടുള്ള സഹായങ്ങളും കൊടുത്തൊരു അഡ്വക്കേറ്റ് കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സോ ദിലീപിൻ്റെയും ഏറ്റവും ഉറ്റ സുഹൃത്താണ് സിദ്ദിഖിക്ക. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രാമൻ പിള്ള അദ്ദേഹത്തിന് പോലും ഈ ഒരു കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വിഷമകരമായിട്ടുള്ള ഘട്ടം. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് നടക്കുന്നത്? ഇവിടെ ഈ പറഞ്ഞ
പോലെ മറ്റ് നടന്മാർക്ക് എനിക്ക് തോന്നുന്നു 14ഓളം നടന്മാർക്കെതിരെയാണ് കേസുകൾ വന്നത്. വൈ ഓൺലി സിദ്ദിഖ് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ചത്. പക്ഷെ ഉറപ്പായിട്ടും ഇപ്പോൾ കുറ്റം ചെയ്തവരാണ് ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടുന്നതാണ്. അതിലിപ്പോൾ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരെ റൂമിലിട്ട് പീഡിപ്പിച്ച കേസിൽ എനിക്കൊന്ന് ആ കുട്ടി ഇതിന് മുമ്പും ഈ പീഡനം കഴിഞ്ഞിട്ടും പല സാഹചര്യങ്ങളും മുന്നിൽ വന്നു. പക്ഷേ ഒരു തരത്തിലുള്ള സഹായങ്ങളും അല്ലെങ്കിൽ ഒരു തെളിവുകളും ഇല്ലാത്ത സാഹചര്യത്തിലാണ് വന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം കണ്ട് ഇയാൾ ഈ ഒരു വിക്റ്റിമായിട്ടുള്ള ലേഡി തൻ്റെ സുഹൃത്തിനോടും ഈ സംഭവം പറയുകയും ചെയ്തു. സോ അതും ഒരു തെളിവായിട്ട് തന്നെയാണ് കോടതി എടുത്തത്. പിന്നെ നേരത്തെ നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ചൈനയിലെ കേസും അവിടെ നഗ്നചിത്രം പകർത്തി തൻ്റെ സഹപാഠിയെ അപമാനിച്ചു എന്നുള്ള കേസ് കോടതി പോലും എടുത്തില്ല എന്നുള്ളത്. പക്ഷേ അത് രാഹുൽ ഈശ്വർ എടുത്തു എന്നുള്ളതാണ്. അതിന് അവസാനം ഈ പറഞ്ഞ പോലെ മെയിൽ ഷോവനിസത്തെക്കുറിച്ച് നല്ലൊരു ഊക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തായാലും നമ്മുടെ സിദ്ദിഖ് എന്ന മഹാനടന് ജാമ്യം ലഭിച്ചില്ല എന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ്. ഹൈക്കോടതി ആ ജാമ്യാപേക്ഷയെ തള്ളി എന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ്. ഇനിയും സുപ്രീം കോടതി അത് പരിഗണിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരു ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഒരു സിനിമാ നടൻ ജയിലിലാകും എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തായാലും കാത്തിരുന്ന് കാണാം. ആലുവ വീട്ടിലാണ് എനിക്ക് സിദ്ദിഖിയുടെ താമസം. ഇപ്പം അദ്ദേഹം അവിടെ ഇല്ല. ഇനി സുപ്രീം കോടതി വിധി വരുന്നവരെ അദ്ദേഹം ഒളിവിലായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ എത്ര നാൾ ഒളിവിൽ കഴിയാൻ സാധിക്കും? ഉറപ്പായിട്ടും ഒരു എന്താ പറയുക HNI ആയിട്ടുള്ള ഒരു ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എത്രത്തോളം ഇങ്ങനെ ഒളിച്ച് ജീവിക്കാൻ സാധിക്കും? അതിന് ഏതൊക്കെ സിനിമാ നടന്മാരുടെയോ സിനിമാ സംവിധായകരുടെയൊക്കെ സഹായം അതിലുണ്ടാകും എന്നുള്ളതും കൂടെ ഒരു ദുരൂഹമായി തന്നെ നിൽക്കുന്ന കാര്യമാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഉറപ്പായിട്ടും മാപ്രകൾ ഉറപ്പായിട്ടും സിദ്ദിഖിക്കയുടെ പുറകിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താകുമെന്നറിയില്ല. ബാക്കിയുള്ളവരെന്തായാലും രക്ഷപ്പെട്ടു. ഇന്നിപ്പോൾ രാവിലെ അറിഞ്ഞ വാർത്ത മുകേഷ് ഏട്ടനും നമ്മുടെ നടൻ മുകേഷിന് അദ്ദേഹത്തിനും ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ്. കാരണം തെളിവുകളില്ല, പക്കാ തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. സോ ഈ ഒരു കേസിൽ മാത്രം ഒരു ലോക്കുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെങ്കിലും, പലരും കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിലും ഒരാളെങ്കിലും ആ ഒരു കുറ്റക്കാരനായി വരികയും അദ്ദേഹത്തിന് ഇവർ ആഗ്രഹിക്കുന്ന ഒരു ജയിൽ ശിക്ഷ, അല്ലെങ്കിൽ ആരാണോ കംപ്ലൈൻറ്റ് കൊടുത്ത ആ ഒരു സ്ത്രീ അവരാഗ്രഹിക്കുന്ന ജയിൽ ശിക്ഷ ഇവർക്ക് ലഭിക്കണമെന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും അതൊരു സക്സസ്ഫുൾ ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. എന്തായാലും നല്ലൊരു നടനാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് തെളിയിക്കുക തന്നെ വേണം. കാരണം ഇവിടെ കുറ്റം ചെയ്ത ആൾ തന്നെയാണ് തെളിവുകൾ ഫേക്കാണ് എന്ന് തെളിയിക്കേണ്ടത്. സോ അങ്ങനെ തെളിയിക്കാത്തടത്തോളം കാലം ഉറപ്പായിട്ടും അറസ്റ്റ് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, എന്താകും എന്നറിയില്ല. എന്തായാലും നോക്കാം.